ഇൻസൈഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം മനസ്സ് തുറക്കാൻ എത്തിയിരിക്കുന്നത് സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കായംകുളം മുൻ മുനിസിപ്പൽ ചെയർമാനുമായ ശ്രീ ഷേഖ് പി ഹാരിസാണ്. നമസ്കാരം. ഒരു അപകടമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. പൊതുരംഗത്തേക്ക് അങ്ങനെ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം പൊതുരംഗത്തേക്ക് ഇറങ്ങി തുടങ്ങിയില്ല. ആ സമയത്താണ് നമ്മൾക്ക് ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയത്. ഞാൻ അപകടത്തെക്കുറിച്ചൊന്ന് ഒന്ന് പറയാമോ ആദ്യം തന്നെ? ഒക്ടോബർ മാസം 6-ാം തീയതി വെളുപ്പിന് 3:30-ക്കായിരുന്നു അപകടം. ഞാനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറും ടിപ്പറുമായിട്ട് മങ്ങിയാറുകുളങ്ങര കവലയ്ക്ക് അടുത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഇത് വേണമെങ്കിൽ ജീവിതത്തിലേക്കുള്ള ഒരു രണ്ടാം വരവായിട്ട് കരുതാം. ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ട അപകടത്തിന് ശേഷം 2.5 മാസത്തിന് ശേഷം ഒരു പൊതുവേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് CD നെറ്റിലൂടെ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു പ്രാദേശിക മാധ്യമ രംഗത്തിലൂടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഒരു പുതിയ ഉണർവിൽ, പുതിയ ഊർജത്തിലാണ് നമ്മുടെ ഷേഖ് പി ഹാരിസ് പൊതുരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ കുറേയേറെ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുടെ ഘടകകക്ഷി, സംസ്ഥാനം ഭരിക്കുന്ന UDFൻ്റെ ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ കുറേയേറെ വിവാദങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വന്നു പോയത് ഒരുപക്ഷെ താങ്കൾ അറിഞ്ഞായിരിക്കും. ഈ സമീപകാല വിവാദങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പം നമ്മുടെ താങ്കളോടൊപ്പം തന്നെ UDFലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവായ KM മാണിയുമായി ബന്ധപ്പെട്ട മന്ത്രി KM മാണിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ ശക്തമായി നിൽക്കുക. ഒരു ബാർ ഉടമയിൽ നിന്നും കോഴ വാങ്ങി എന്നുള്ളത്. ഇതിനെക്കുറിച്ച് എന്താണ്? ഇതിനെക്കുറിച്ചൊരു അതിപ്പോൾ വളരെയേറെ വിവാദമായിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ ഒരു? കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ മാണി സാർ ആരാണ്, മാണി സാർ എന്താണ് എന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മാണി സാറിനെ കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ലപോലെ അറിയാം. മാണി സാറിനെതിരെ ഉയർന്നു വന്ന ഈ ആരോപണം കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. മാണി സാറിനെ പോലൊരാൾക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. UDF വളരെ വിശദമായി ചർച്ച ചെയ്ത വിഷയമാണ്. മാണി സാറിന് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമായിട്ടാണ് ഞങ്ങളെല്ലാവരും കാണുന്നത്. മാണി സാറിന് എല്ലാ രാഷ്ട്രീയ പിന്തുണയും നൽകാൻ UDF തീരുമാനിച്ചതാണ്. മാണി സാറിനെ പോലുള്ള ഒരു സംശുദ്ധ രാഷ്ട്രീയ നേതാവിൽ നിന്ന്, അതും 50 വർഷത്തോളം പഴക്കമുള്ള ഒരു മണ്ഡലത്തിൽ തന്നെ 50 വർഷമായി പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ ഏക നേതാവ്, 10 കൂടുതൽ കേരളത്തിലെ ധനകാര്യ ബജറ്റ് അവതരിപ്പിച്ചൊരു നേതാവ്, നിരവധി തവണ മന്ത്രിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രവർത്തനം ഉണ്ടാകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ആരോപണം ഞങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആരോപണം ഉണ്ടായി, അതൊരു മാണി സാറിനെതിരെ പോലും ആരോപണം ഉണ്ടായി. അതെ, മാണി സാറിനെതിരെ പോലും ആരോപണം ഉണ്ടായി. അതൊരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കേരളത്തിൽ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മദ്യനിരോധനത്തിന് ശേഷമുണ്ടായ ഒരു ഏറ്റവും സുപ്രധാനമായ ഒരു ആരോപണം ഉന്നയിക്കലായിരുന്നു. അത് UDFൻ്റെ ഒരു പ്രധാന നേതാവ് എന്ന നിലയിൽ, ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകൾ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആരോപണം ഉന്നയിക്കലായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അത് അംഗീകരിക്കുന്നു. പക്ഷേ UDFലെ പ്രധാനപ്പെട്ട കക്ഷികൾ മാത്രം ഈ പന്ത് കോർട്ടിലിട്ട് തട്ടുമ്പോൾ നമ്മൾക്ക്, അതായത് ചെറിയ കക്ഷികൾ, സോഷ്യലിസ്റ്റ് ജനത, RSP അടക്കമുള്ള ചെറിയ കക്ഷികൾക്ക് അഭിപ്രായം പറയാൻ, ഈ വിധത്തിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ, ഈ വിവാദത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയില്ലേ? ഇല്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFലെ ഘടകകക്ഷിയാണെങ്കിൽ പോലും, ഇപ്പോൾ ഞങ്ങളാകട്ടെ RSP ആകട്ടെ,
UDFിലെ തന്നെ മറ്റ് ഘടകകക്ഷികളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. കാരണം ഒരു വർഷങ്ങളോളം ഇടതുപക്ഷ ചേരിയിൽ നിന്ന് പ്രവർത്തിച്ച് അച്ചടക്ക മനോഭാവം വെച്ച് പുലർത്തുന്ന, സംഘടനാ പ്രവർത്തനത്തെ വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ മാത്രം പറയുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വെളിയിൽ വളരെ വിവാദമായി വരാത്തത് കൊണ്ടും അങ്ങനെ തോന്നുകയാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ ഒരു ചെറിയ കക്ഷിയൊന്നുമല്ല. നിയമസഭയിലെ പ്രാതിനിധ്യം അനുസരിച്ച് 2 MLA ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ചെറിയ ആണെങ്കിലും കക്ഷി എന്ന നിലയിൽ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊരു പാരമ്പര്യവും പൈതൃകവുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. RSP അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ചില അഭിപ്രായങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വ്യതിരിക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അത് ഞങ്ങൾ പറയേണ്ട വേദികളിൽ UDF പറയേണ്ടത് UDFിൽ വളരെ ശക്തമായ നിലപാടുകളിൽ പറയാറുണ്ട്. വാക്കുകൾക്കിടയിൽ വന്നുപോയ ഒരു കാര്യം ഞാൻ എടുത്തു ചോദിക്കട്ടെ. ഈ ഇടതുപക്ഷ സ്വഭാവത്തിലുള്ള ഒരു അച്ചടക്കം, ഇടതുപക്ഷ പാർട്ടി LDFിൽ നിന്ന് വരുമ്പോൾ കിട്ടിയ ഒരു അച്ചടക്കം, ഈ ഒരു അച്ചടക്ക സ്വഭാവം ശരിക്കും UDFിന് വേണ്ടതല്ലേ? അല്ല, LDFിൽ നിന്ന് കിട്ടിയ അച്ചടക്ക സ്വഭാവം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഞങ്ങൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്, പണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തന രീതി തന്നെ, എൻ്റെ സംഘടനാ പ്രവർത്തന ശൈലി തന്നെ അച്ചടക്കത്തിൻ്റെയും ജനാധിപത്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അച്ചടക്ക മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. UDFിൽ എന്ന് പറയുന്നത് ഒരു വലിയ വിശാലമായ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പ്രസ്ഥാനം വിശാലമായ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആ കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് അച്ചടക്കമില്ലായ്മ എന്നുള്ളത്. അതൊരു ആൾക്കൂട്ടം പോലെയാണ്. എല്ലാ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളണം, എല്ലാവരെയും ഒരുപോലെ കാണണം. സംഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരു ശൈലിക്കപ്പുറമുള്ള ഒരു ആൾക്കൂട്ടമായിട്ടാണ് കോൺഗ്രസ്. അതാണ് കോൺഗ്രസ്. വളരെ പ്രധാനപ്പെട്ട ആരോപണമാണത്. UDFിൽ നിന്ന് പോയെങ്കിലും പൂർണ്ണമായും LDFിലെത്താത്ത ഗൗരിയമ്മയൊക്കെ പറയുന്ന പ്രധാന ആരോപണം ഇതാണ്. കോൺഗ്രസിൻ്റെ ഒരു അച്ചടക്കമില്ലായ്മ UDFിനെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. ഇല്ല, അത് ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF യോഗത്തിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒട്ടനവധി നല്ല വികസന പ്രവർത്തനങ്ങളും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തൊരു ഗവൺമെൻറ്റാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാദമായിരിക്കുന്ന മദ്യനയം തന്നെ. മദ്യനയം പ്രത്യേകിച്ച് VM സുധീരൻ KPCCയുടെ പ്രസിഡൻ്റായി വന്നതിന് ശേഷം ഉണ്ടായ ഒരു പുതിയ വിപ്ലവകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിക്കലായിരുന്നു. പക്ഷേ വെളിയിൽ ആ കോൺഗ്രസ് തീരുമാനിച്ച് UDFിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ മദ്യനയം എന്ന പുതിയ തീരുമാനം പലപ്പോഴും മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വന്ന് അതിന് വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ ആളുകളാണ്. കോൺഗ്രസിൻ്റെ വക്താക്കളെന്ന് പറഞ്ഞ് വരുന്നവർ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട KPCCയുടെ ഭാരവാഹികളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേരളത്തിൽ കേൾക്കുന്നു. അപ്പോൾ അതാണ് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതാണ്, ആരോപണമായിട്ട് ഉന്നയിച്ചതല്ല. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വകുപ്പ് കൈയാളുന്ന കൃഷി വകുപ്പടക്കം കൈയാളുന്ന പാർട്ടി എന്നുള്ള നിലയിലേക്ക് ഇത് മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് എന്ന് കരുതാം. ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം ശ്രദ്ധേയമായ പല നേട്ടങ്ങളും യഥാസമയം ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസ്സിനാകട്ടെ, ഇപ്പോൾ UDFിനാകട്ടെ, UDF ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയെ വേണം ഈ UDF ഗവൺമെൻറ്റിൻ്റെ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കേണ്ടത്. പലപ്പോഴും ഇവരുടെ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും വൈരുദ്ധ്യമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളും കാരണം യഥാസമയം ഈ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്താതെ പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം എല്ലാം നേരിട്ട് കാണുകയല്ലേ. കൂട്ടുത്തരവാദിത്തത്തിൽ പോകേണ്ട ഒരു മന്ത്രിസഭയാണെങ്കിലും, കൂട്ടുത്തരവാദിത്തത്തിൽ പോകുന്ന ഒരു മന്ത്രിസഭയുടെയും കൂട്ടുത്തരവാദിത്തത്തിൽ പോകേണ്ട സർക്കാരിനെയും കൂട്ടുത്തരവാദിത്തത്തിൽ പോകേണ്ട മുന്നണിയെയും ബാധിക്കുന്ന തരത്തിൽ പ്രധാന കക്ഷിയുടെ അച്ചടക്കം ഇല്ലായ്മ പോകുമ്പോൾ UDF നേതൃത്വം, അതായത് മുന്നണി നേതൃത്വം ഇത് യഥാർത്ഥത്തിൽ ഇത് കറക്റ്റ് ചെയ്യേണ്ടതല്ലേ?
അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മദ്യനയം തന്നെ. മദ്യനയത്തിന് ആദ്യം ഒരു ഏകകണ്ഠമായ ധാരണ വരുത്തേണ്ടത് എവിടെയാണ്? UDFിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ്, ഈ പ്രശ്നം കൊണ്ടുവരുന്നതിന് മുമ്പ് ചർച്ച ചെയ്ത് ഒരു കൺസെൻസസിൽ എത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് എത്തേണ്ടത് കോൺഗ്രസ്സാണ്. കാരണം ഈ പാർട്ടിയാണ് UDFിന് നേതൃത്വം നൽകുന്നത്, ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്നത്. KPCC കൂടി ധാരണയായിട്ട് വേണം, പ്രത്യേകിച്ചൊരു പുതിയ നയം ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ആ നയത്തിനെ സംബന്ധിച്ചൊരു ഏകകണ്ഠമായ ധാരണ രൂപം കൊടുക്കേണ്ടത് ആ പാർട്ടിയാണ്. എന്നിട്ട് വേണം UDFിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അത് തീരുമാനമെടുക്കേണ്ടത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങളിപ്പം തന്നെ രാഹുൽ ഗാന്ധി ജനപക്ഷയാത്രയുടെ സമാപനത്തിന് തിരുവനന്തപുരത്തെത്തി. എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരെയും കണ്ടു, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ കണ്ടു. ഞങ്ങൾ വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധിയോട് സൂചിപ്പിച്ചു, കാരണം നല്ലൊരു ഗവൺമെൻറ്, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഗവൺമെൻറ്, നല്ല മുഖ്യമന്ത്രി, കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിന് ഇന്ത്യക്ക് പുറമെയുള്ള രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്താതെ പോകുന്നതിൻ്റെ മുഖ്യ കാരണം ആ പാർട്ടിയിലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടവരെയും എല്ലായിട വേദികളിൽ ഞങ്ങൾ പറഞ്ഞിട്ട്. പക്ഷേ അത് താങ്കൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, അംഗീകരിക്കുന്നു, ശരിയായ നിലപാടാണ്. പക്ഷേ UDFിലെ ഘടകകക്ഷികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അടുത്തിടെ തന്നെ നമ്മുടെ KB ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണം, KB ഗണേഷ് കുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം നമ്മുടെ മുസ്ലിം ലീഗിലെ മന്ത്രിക്കെതിരെയാണ്. അതുപോലെ തന്നെ പ്ലസ് ടു വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ, പ്ലസ് ടുവുമായി ബന്ധപ്പെട്ട അഴിമതി, ആ വിധത്തിലുള്ള പ്രതികരണങ്ങൾ, അപ്പം അതൊരു വഴിക്കുമുണ്ട്. അല്ലേ, ഗണേഷ് കുമാറിൻ്റെ ആരോപണത്തിൻ്റെ ചേതോവികാരം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഒരു മനസ്സ് നോവിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു വികാരപ്രകടനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഗണേഷ് കുമാർ ചെയ്തത് ശരിയായ നടപടിയല്ലെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ഗണേഷ് കുമാറിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം പറയേണ്ടത് എവിടെയാണ്? ഗണേഷ് കുമാറിന് UDF ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഇബ്രാഹിം കുഞ്ഞു മന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ അല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെതിരെ ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനോടല്ലേ പറയേണ്ടത്, മന്ത്രിയോടല്ലേ പറയേണ്ടത്. മന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം തനിക്ക് ലഭിച്ചു, അല്ലെങ്കിൽ സ്പീക്കർക്ക് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർക്ക് എഴുതി കൊടുക്കാം, മുഖ്യമന്ത്രിക്ക് കൊടുക്കാം. ഇതൊന്നും നൽകാതെ നിയമസഭയിൽ വന്ന് പെട്ടെന്ന് അവതരിപ്പിക്കുക എന്നുള്ളത് ഈ പരാതി ഉന്നയിച്ച രീതിയിലാണോ മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല. അത് ഉന്നയിക്കപ്പെട്ട അങ്ങനെ പരാതി പരിശോധിക്കണമെങ്കിൽ പരാതി ഉന്നയിക്കപ്പെടേണ്ട വേദികളിൽ ഉത്തരവാദിത്തമുള്ള നേതാവാണ് UDFിൻ്റെ ഘടകകക്ഷിയുടെ നേതാവാണ്, 2 തവണ UDFിൻ്റെ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവ് ഉന്നയിക്കപ്പെടേണ്ട വേദികളിൽ ഉന്നയിച്ച് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, നിയമസഭയിൽ അവതരിപ്പിച്ചതിൻ്റെ ഗൗരവം. അല്ല, അങ്ങനെയുള്ള ഒരു ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കമോ ഒക്കെ ലംഘിക്കാത്ത ഒത്തിരി ആൾക്കാർ UDFിലുണ്ട്. ചീഫ് വിപ്പായിട്ടുള്ള PC ജോർജ് തന്നെ, PC ജോർജ് അഴിമതി ആരോപണങ്ങളും UDFിനെതിരെയും സർക്കാരിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മാധ്യമങ്ങളിലാണ്, പരസ്യമായിട്ടാണ്. അല്ല, അത്തരം കാര്യങ്ങൾ UDF വളരെ ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു. UDF അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളുടെ നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്ന് ഈ പ്രതികരിക്കുന്നതിന് നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ PC ജോർജൊക്കെ പഴയതിൽ നിന്ന് ഒരുപാട് മാറി, ഇപ്പോൾ അങ്ങനെ ഒന്നും പ്രതികരിക്കുന്നില്ല. സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും പരാതികളുണ്ടാവും. സോഷ്യലിസ്റ്റ് ജനത ഈ പരാതികൾ എവിടെയാണ് ഉന്നയിക്കുന്നത്? UDF യോഗത്തിലാണോ, ബന്ധപ്പെട്ട മന്ത്രിമാരുടെ അടുത്ത് നേരിട്ടാണോ, എങ്ങനെയാണ്? ഈ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പരാതി ഉന്നയിക്കേണ്ട വേദി പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചോദിച്ചാണ്, ധാരാളം കാര്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് പരാതിയുണ്ട്. ഈ പരാതി കൃത്യമായ വേദികളിൽ ഉന്നയിക്കുകയും അതിന് പരിഹാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ല, ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു ഘടകകക്ഷിയോടുള്ള സമീപനത്തിൽ മോശമായിട്ടുള്ള ഒരു സമീപനമൊന്നും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ പരാതി ഉള്ളതെല്ലാം തന്നെ UDF സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും
എൻ്റെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയോടും കൺവീനർ എന്ന നിലയിൽ പി തങ്കച്ചനോടാണ് ഞങ്ങൾ പറയാറുള്ളത്. അതാണ് ഞങ്ങൾ പഠിച്ചതും ഞങ്ങൾ ശീലിച്ചതുമായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തന ശൈലി. അത്തരം പരാതികൾ കൃത്യമായ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്, അവരെടുത്തിട്ടുണ്ട്, പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ സോഷ്യലിസ്റ്റ് ജനത ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തിയുണ്ടോ? അല്ല, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സംതൃപ്തിയുണ്ട്. പക്ഷെ അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ നല്ലതായ പ്രവർത്തനങ്ങളെ വഴിതിരിച്ചു വിടുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഗവൺമെൻറ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ സോഷ്യലിസ്റ്റ് ജനതയുടെ ഒരു പിറവി തന്നെ ഒരു അസംതൃപ്തിയിൽ നിന്നാണ്. LDF-ൽ തുടർന്ന ജനതാദൾ എന്ന പ്രധാന കക്ഷി, ജനതാദൾ സെക്കുലർ എന്ന പ്രധാന കക്ഷി കോഴിക്കോട് സീറ്റിനെ സംബന്ധിച്ച്, കോഴിക്കോട് 2009 കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കത്തിൻ്റെ പുറത്ത് LDF-ൽ നിന്ന് പോയിട്ട് ആണ് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരുന്നത്. LDF-ൻ്റെ ഒരു സമീപനത്തിൽ അല്ലെങ്കിൽ CPM-ൻ്റെ ഒരു സമീപനത്തിൽ ഇപ്പോൾ മാറ്റം കാണുന്നുണ്ടോ? സോഷ്യലിസ്റ്റ് ജനതയോടുള്ള സമീപനത്തിൽ? ഇല്ല, സോഷ്യലിസ്റ്റ് ജനതയോട് CPM-ൻ്റെ സമീപനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷെ ഞങ്ങൾ LDF വിടാനുണ്ടായ കാരണം കേവലം കോഴിക്കോട് ലോക്സഭാ സീറ്റ് നിഷേധിച്ചുകൊണ്ട് മാത്രമായിരുന്നില്ല. അതൊരു കാരണങ്ങളിലൊന്നാണ്. കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിച്ച പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. അത് അതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും. പ്രത്യേകിച്ച് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം CPM-ഉമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. 65 ഇന്ത്യ ചൈന യുദ്ധമുണ്ടാകുന്ന കാലഘട്ടം മാർക്സിസ്റ്റുകാരെല്ലാം ചൈനീസ് ചാരന്മാരാണെന്ന് ഉത്തരവുകുത്തി അവരെയെല്ലാം, ആ നേതാക്കന്മാരെ, സഖാക്കളെയെല്ലാം ജയിലിലടച്ചൊരു സന്ദർഭം. അന്നൊക്കെ കേരളത്തിൻ്റെ തെരുവീതികളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ജയിലിൽ പോയ മാർക്സിസ്റ്റുകാർ ചൈനീസ് ചാരന്മാരല്ലെന്നും അവരെല്ലാം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവാദികളാണ് എന്ന് വാദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രസംഗിച്ച് നടന്നിട്ടുള്ളത് സോഷ്യലിസ്റ്റ് നേതാക്കന്മാരാണ്. അവർക്ക് വേണ്ടി തെരുവീതികളിൽ പ്രകടനം നടത്തിയത് സോഷ്യലിസ്റ്റുകാരാണ്. അത്രമാത്രം രാഷ്ട്രീയവും മാനസികവുമായ അടുപ്പമുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ, മാർക്സിസ്റ്റുകൾ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം. പക്ഷെ ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്ന കാലഘട്ടത്തിൽ നിയമസഭയിൽ 30 സീറ്റോളം മത്സരിച്ച പാർട്ടിയാണ്. ഒരേ സമയത്ത് 3 സീറ്റിൽ പാർലമെൻറ്റിൽ മത്സരിച്ച പാർട്ടിയാണ്. 67 വടകരയിൽ അരങ്ങി ശ്രീധരൻ, മാവേലിക്കരയിൽ മംഗലത്തുമഠം, തിരുവനന്തപുരത്ത് P. വിശ്വംഭരൻ, 3 പേരും ജയിച്ച ഒരു പാർട്ടിയാണ്. ആ സമയത്ത് 3 പേരും പാർലമെൻറ്റിൽ പോയി. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ സീറ്റുകൾ ഇങ്ങനെ കവർന്നെടുക്കുക. 3 പാർലമെൻറ്റിൽ മത്സരിച്ച് ഒരു സമയത്ത് മത്സരിച്ച പാർട്ടിക്ക് അവസാനം 1 സീറ്റിലേക്ക് പോയി. 30 നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച പാർട്ടി അവസാനം ചുരുങ്ങി 8ലേക്ക് വന്നു. ഓരോ സന്ദർഭത്തിലും ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള പ്രതിഷേധം മുന്നണി യോഗത്തിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. CPM-ഉമായിട്ടുള്ള രാഷ്ട്രീയ ഈ സീറ്റ് വിഭജന ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പക്ഷെ 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്നത്തെ ആ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ലോകസഭയിൽ വീരേന്ദ്രകുമാർ MP ആണ്. അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലെ MP-മാരിൽ ഒന്നാണ് വീരേന്ദ്രകുമാർ. സിറ്റിംഗ് സീറ്റായിരുന്നു അന്ന്. ഇപ്പം നമ്മുടെ ഈ ചർച്ച നടക്കുമ്പോൾ മരുന്നുകളുടെ വില ക്രമാതീതമായി ഉയർന്നിരിക്കുന്നൊരു സാഹചര്യമാണ്. അന്ന് പാർലമെൻറ്റിൽ പേറ്റന്റ് നിയമം ഭേദഗതി ചെയ്യുന്നതിനെതിരെ ശബ്ദമുയർത്തിയ ഏക നേതാവ് വീരേന്ദ്രകുമാറാണ്. അന്ന് ഇടതുപക്ഷ പക്ഷെ പിന്നീട് നിലപാട് മാറി. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും അതിനനുകൂലമായി കൈപൊക്കിയില്ല പാർലമെൻറ്റിൽ. അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ഒരു നിലപാടിൽ നിന്നിരുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ ഒരു ചർച്ചയും കൂടാതെ കോഴിക്കോട് ലോക്സഭാ സീറ്റ് എടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ നിങ്ങളുടെ സീറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നു, വേണമെങ്കിൽ വയനാട് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ട ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ മുന്നണി വിടേണ്ടി വന്നു.
അങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മാറി. യു ഡി എഫിൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമായി മാറിയില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തു 2009. പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. 2010 ഞങ്ങൾ പുതിയ ഒരു പാർട്ടിയായി സോഷ്യലിസ്റ്റ് ജനതയായി മാറി. ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുക. ഈ 2009 ഈ പറഞ്ഞ പോലെ സീറ്റ് കവർന്നെടുത്തതും അതിൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ച ബന്ധം ഉപേക്ഷിക്കുക, ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് കുറേയേറെ 5 വർഷത്തോളമായി. ഇപ്പോഴെങ്ങനെയാണ് സമീപനം, എൽ ഡി എഫിൻ്റെ ഒരു സമീപനം? സോഷ്യലിസ്റ്റ് ജനത പിറവിയെടുക്കുന്ന സമയത്ത് വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മാതൃഭൂമിയിൽ നിരന്തരമായി പിണറായി വിജയൻ്റെ ലാവലിൻ കേസിനെ കുറിച്ചുള്ള വാർത്തകൾ വരികയായിരുന്നു. ഇപ്പോൾ മാതൃഭൂമിയുടെ നിലപാടിൽ പോലും മാറ്റം വന്നു എന്നാണ്. ആ നിലയ്ക്ക് കൂടി അതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ആ ഒരു സമീപനത്തിൽ, പരസ്പരമുള്ള സമീപനത്തിൽ കുറേയൊക്കെ മാറ്റം വന്നിട്ടില്ലേ? ആ ഒരു അല്ലെങ്കിൽ ഒരു വൈരിയെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മുഖ്യ ശത്രുവിനെ കാണുന്ന പോലെയൊക്കെ ആ ഒരു രീതിയിൽ നിന്നൊക്കെ കുറേ കൂടെ മാറ്റം വന്നിട്ടില്ലേ? രാഷ്ട്രീയ രംഗത്ത് സമീപനങ്ങളിലുള്ള മാറ്റം എന്ന് പറയുന്നത് നിലപാടുകളിലുള്ള മാറ്റമാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ യു ഡി എഫിൽ സംതൃപ്തരാണ്. അപ്പോൾ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിൽ, അല്ലെങ്കിൽ സി പി എമ്മിന് ഞങ്ങളോടുള്ള സമീപനത്തിൽ സി പി എമ്മിന് അനുഭാവപൂർവമായ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സന്തോഷം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത്, യു ഡി എഫ് ഭാഗത്ത് ഒരു പൂർണ്ണ സംതൃപ്തയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നീട് മാതൃഭൂമിയുടെ കാര്യം എങ്കിൽ പോലും സി പി എമ്മിൻ്റെ സമീപകാല പെരുമാറ്റങ്ങൾ, സോഷ്യലിസ്റ്റ് ജനതയോടുള്ള അവരുടെ ഒരു സമീപനത്തിൽ മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അതെങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഇല്ല, അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരോട് അടുത്ത് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവണമല്ലോ. അത്തരം സാഹചര്യങ്ങൾ ഇപ്പം കേരളത്തിലില്ല. പിന്നീട് മാതൃഭൂമി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ജനതയുടെ മുഖപത്രമല്ല. അത് വീരേന്ദ്രകുമാർ അതിൻ്റെ എം ഡി ആയി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാം ഞങ്ങളെ പാർട്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി നിൽക്കുന്ന മുന്നണിക്ക് അനുകൂലമായി ആ പത്രം എഴുതണമെന്നുമില്ല. അപ്പം അതിന് അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടും ചില പത്രധർമ്മങ്ങളും ഉള്ള ഒരു പത്രമാണ്. പ്രധാനപ്പെട്ട ഇപ്പം വിക്കിപീഡിയയിലെ ഗൂഗിൾ വിക്കിപീഡിയയിൽ പോലും പറഞ്ഞിരിക്കുന്ന സാഹചര്യം പറഞ്ഞിരിക്കുന്നതിൽ ഇത് പറയുന്നുണ്ട്. അതാണ് ഒരു പ്രശ്നം. കാരണം അതൊന്ന് ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. കാരണം അന്ന് സത്യത്തിൽ കോഴിക്കോട് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണവും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചില സംഘടനാപരമായ അവരുടെ ആഭ്യന്തര പ്രശ്നം. അന്ന് ഇ പി ജയരാജൻ്റെയും ഈ സാൻഡിഗോ മാർട്ടിനെതിരെ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ലാവലിൻ പ്രശ്നം, ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വന്നത് മാതൃഭൂമി പത്രത്തിലാണ്. ആ പത്രത്തിൽ വാർത്തകൾ വരുന്ന സന്ദർഭത്തിൽ തന്നെ വീരേന്ദ്രകുമാർ എടുത്തിട്ടുള്ള ചില സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ചില പരിപാടികൾ കേരളത്തിൽ നടന്നു. ഒന്ന് എക്സ്പ്രസ് ഹൈവേക്കെതിരെ സമരം, പ്ലാച്ചിമടയിലെ സമരം. ഈ സമരവേദികളിലെല്ലാം തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു സാന്നിധ്യം. അപ്പോൾ സ്വാഭാവികമായി സി പി എമ്മിൻ്റെ ഔദ്യോഗിക വിഭാഗം കരുതി ഞങ്ങളെ പാർട്ടിയും വീരേന്ദ്രകുമാറും വി എസ് അച്യുതാനന്ദന് അനുഭാവമുള്ള, അല്ലെങ്കിൽ അനുകൂലിക്കുന്ന ഒരു പാർട്ടി എന്ന തെറ്റിദ്ധാരണ ആ വിഭാഗത്തിന് വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതാണ് അവസാനം ഞങ്ങളുടെ പാർട്ടിയും അന്നത്തെ ഔദ്യോഗിക വിഭാഗവും തമ്മിൽ അകലാനും കോഴിക്കോട് സീറ്റ് നിഷേധിക്കപ്പെടാനും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നത് എന്ന് ആരെങ്കിലും സംശയിക്കപ്പെട്ടാൽ, ആശങ്കപ്പെട്ടാൽ അത് നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടിയാണ്. വീരേന്ദ്രകുമാർ മുന്നോട്ട് വെച്ച ആഗോളവൽക്കരണത്തിനെതിരായിട്ടുമൊക്കെ ആ കാലത്ത് മുന്നോട്ട് വെച്ച സമരങ്ങൾ വി എസ് നയിച്ച സമരങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. വി എസ് അത്തരം സമരങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സി പി എമ്മിൻ്റെ പൊതുസ്വഭാവത്തിലേക്കല്ല, വി എസിൻ്റെ സമരങ്ങളോട് എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് ജനതയുടെ കാഴ്ചപ്പാട്? ഇല്ല, അതിനകത്ത് വി എസിൻ്റെ സമരങ്ങളോട് എന്നുള്ളതല്ല, ഒരു വിഷയത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റുകൾക്കെതിരെ, ആഗോളവൽക്കരണത്തിൻ്റെ സമൂഹത്തെ ബാധിക്കുന്ന ചില വിഷയങ്ങളിൽ, യോജിക്കാവുന്ന വിഷയങ്ങളിൽ
യോജിക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്ത് ഇപ്പോൾ തന്നെ വർഗീയ ഫാസിസത്തിനെതിരെ ഒരു ദേശീയ മതേതര ബദൽ ഉയർന്നു വരേണ്ട സാഹചര്യം. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ ഞങ്ങളും ഇടതുപക്ഷ ചേരികളും കോൺഗ്രസും ഒരുമിച്ച് വരണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളുടെ പാർട്ടി. ഇപ്പം വീരേന്ദ്രകുമാറിന്റെ സമരങ്ങൾ ഒരു കാലത്ത് ആഗോളവൽക്കരണത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഘാട്ടുകരാറിനെതിരെയും ഒക്കെ നിലപാടെടുത്ത ആളാണ് ശ്രീ വീരേന്ദ്രകുമാർ. പക്ഷേ പിന്നീട് ഈ മുന്നണി മാറ്റം വന്നപ്പോഴത്തേക്ക് ഈ നയങ്ങളെല്ലാം നടപ്പാക്കിയ കോൺഗ്രസിനോടൊപ്പമാണ് നമ്മൾ പോയത്. സോഷ്യലിസ്റ്റ് ജനത പോയത്, സോഷ്യലിസ്റ്റ് ജനത ആ മുന്നണിയിലേക്കാണ് പോയത്. അതൊരു വൈരുദ്ധ്യമല്ലേ ശരിക്കും? കോൺഗ്രസ് നമ്മൾ എതിർത്തപ്പോഴും കോൺഗ്രസ് തൊട്ടുകൂടാത്ത കക്ഷിയൊന്നുമായിരുന്നില്ല. കോൺഗ്രസിൻ്റെ നയങ്ങളോട് പലപ്പോഴും ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നയങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസുമായി കൂടിയിട്ടുണ്ട്. ഞങ്ങളിപ്പം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നെന്ന് പറയുന്നത് പോലെ തന്നെ CPM കൂടിയിട്ടുണ്ട്. CPI അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. കേരളത്തിൽ അച്യുതമേനോനെ പോലെ പ്രഗത്ഭനായ ഒരു സഖാവ് മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെൻറ് ഞാൻ പറഞ്ഞു വരിക, അന്നത്തെ കോൺഗ്രസ് അല്ല എന്ന് പറയുമ്പോഴും ഇന്നത്തെ കോൺഗ്രസുമായിട്ട് CPM CPI അടങ്ങുന്ന ഇടതുപക്ഷം മേളിൽ പിന്തുണച്ചിട്ടുണ്ട് ഒന്നാം UPA ഗവൺമെൻറ്റിനെ. ആ ഗവൺമെൻറ്റിൽ CPMൻ്റെ ഏറ്റവും സീനിയർ നേതാവായിരുന്നു സ്പീക്കർ. അപ്പം കോൺഗ്രസുമായിട്ട് കൂടേണ്ട കക്ഷികൾ എല്ലാവരും കോൺഗ്രസിനെ എതിർത്തിരുന്ന ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഒന്ന് ഞാൻ വരികയാണ്. രണ്ടാമത്, ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ 91 മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണല്ലോ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിന് രൂപം കൊടുത്തത്. അന്നു മുതൽ ആ നിലപാടിനെ ശക്തിയുക്തം എതിർത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. വീരേന്ദ്രകുമാർ അതിനെതിരെ രചനയിലൂടെയും പ്രഭാഷണത്തിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഒരുപടി മുന്നോട്ട് വന്ന് പ്രവർത്തിച്ച ആളാണ്. ഇന്ന് കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന മുന്നണി നിൽക്കുമ്പോഴും ഞങ്ങൾ ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ UDF വന്നതിന് ശേഷം രണ്ടാം UPA ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന മൻമോഹൻ സിംഗിൻ്റെ ചില സാമ്പത്തിക ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ, അമിതമായ കോർപ്പറേറ്റുകളെ അനുകൂലിക്കുന്ന നിലപാടിനെതിരെ ശക്തമായി എതിർത്തിട്ടുള്ള പാർട്ടികൾ തന്നെയാണ്. ഇപ്പോൾ മുന്നണി എന്ന് പറയുന്നത് വ്യത്യസ്ത നിലപാടുകളുണ്ടെങ്കിലും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നണികൾ വരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന് വളരെ പ്രാധാന്യവും പ്രസക്തിയുമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കേണ്ട പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി LDF വിട്ടപ്പോൾ UDF നിന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ UDF നിൽക്കുമ്പോഴും ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ, അത് പണയം വയ്ക്കാതെ കോൺഗ്രസിൻ്റെ നയങ്ങളെ എതിർത്തുകൊണ്ട് തന്നെയാണ് മുന്നണി പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് ഒരു ദേശീയ കക്ഷിയാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നയങ്ങൾ തന്നെയാകും സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. ഇപ്പം കോർപ്പറേറ്റ് വൽക്കരണം, ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങളുടെ നടപ്പാക്കലുകൾ, ഉദാരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങളുടെ നടപ്പാക്കലുകൾ, തൊഴിലാളി വിരുദ്ധ സമീപനം, ഇതെല്ലാം ഈ നയങ്ങൾ സംസ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു നയം അങ്ങനെ വരുന്നില്ല. ആ നിലയ്ക്ക് സംസ്ഥാനത്തെ ഈ ദേശീയ കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെയുള്ള പ്രതിലോമകരമായ നയങ്ങൾ സംസ്ഥാനത്ത് അനുവർത്തിച്ചു പോരുമ്പോൾ സോഷ്യലിസ്റ്റ് ജനത ശക്തമായിട്ട് എതിർക്കാറുണ്ടോ? അത്തരം എതിർപ്പിൻ്റെ സ്വരങ്ങൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് അത്തരം പൊതുവേദിയിൽ എതിർക്കുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ടോ? അതോ ഈ മുന്നണി അതിനൊരു കെട്ടുപാടാണോ? മുന്നണി അതിനൊരു തടസ്സമാണോ? അല്ല, ഞങ്ങൾ എതിർക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴും എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ മദ്യനയത്തെ സംബന്ധിച്ച് ചർച്ച UDF വന്ന അന്ന് മുതൽ ഇന്ന് വരെ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണ്. മുസ്ലിം ലീഗ് എടുത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ നയത്തെ സംബന്ധിച്ച് വരുമ്പോഴും കഴിഞ്ഞ UDF യോഗത്തിൽ വരെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആദ്യം എടുത്ത തീരുമാനങ്ങൾ, മദ്യവർജനം, അതിനുശേഷം നിരോധനം, ആ നിലപാടുകളിൽ തന്നെ നിൽക്കണം. ഇനി പ്രായോഗികതയുടെ പേരിൽ ഈ നയത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് അത് വളരെ ശക്തമായ ഭാഷയിൽ UDF കഴിഞ്ഞ യോഗത്തിൽ വരെ
ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ജനതാദൾ പാർട്ടികളുടെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു ഏകീകരണം. ഇപ്പം ബദ്ധവൈരികളായ ലാലു പ്രസാദും നിതീഷ് കുമാറും ശരത് യാദവ്, ബിജു പട്നായിക്, അങ്ങനെ ജനതാദളിൻ്റെ പല ഫ്രാക്ഷനിൽപ്പെട്ടവർ ഒന്നാകുന്നു. അത്തരത്തിലുള്ള ഇപ്പം കേരളത്തിലും ജനതാദളുകൾ, ഒട്ടേറെ ജനതാദളുകളുണ്ട്. താങ്കളുടെ സോഷ്യലിസ്റ്റ് ജനത, ഇതിൽ നിന്ന് പോയൊരു വിമത പ്രസ്ഥാനം, മറ്റേ LDFൻ്റെ കൂടെ നിൽക്കുന്ന. അപ്പോൾ ഇത്തരം ഒരു ദേശീയ സ്ഥിതി മനസ്സിലാക്കി കേരളത്തിലും അങ്ങനെ ഒരു ഏകീകരണത്തിന് സമയമായിട്ടുണ്ടോ? ജനതാദൾ പാർട്ടികളുടെ ഒരു ഏകീകരണം. വ്യത്യസ്ത ചേരികളായി ഭിന്നിച്ചു പോയവർ ഒരുമിച്ച് വരേണ്ട രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ കൂടിയത്. 2 ഓപ്ഷനാണ് ഡൽഹി കൂടിയപ്പോൾ ഞങ്ങൾ ആലോചിച്ചത്. ഒന്ന്, ഇന്ന് നിലവിലുള്ള UPA മുന്നണി പോലെ അല്ലെങ്കിൽ NDA മുന്നണി പോലെ ഞങ്ങളുടെ വ്യത്യസ്ത ജനതാ പ്രസ്ഥാനങ്ങൾ ചേർന്നൊരു മുന്നണി, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് ഒരു പാർട്ടിയായി മാറണമെന്നുള്ള അഭിപ്രായം ഉയർന്നു വരികയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചലനമുണ്ടാകുന്ന തരത്തിൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉയർന്നു വരാൻ പോവാണ്. കേരളത്തിൽ ഞങ്ങളുമായി ചേരാവുന്ന എല്ലാ കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. മറ്റൊരു സ്ഥാനം അങ്ങ് വഹിച്ചത് കായംകുളം നഗരസഭ ചെയർമാൻ്റെയാണ്. കായംകുളം നഗരസഭ വിവാദങ്ങൾ ഒഴിയാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വിവാദങ്ങളെ കാണുന്നത്? ഇന്ന് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിയാണ്. ശരിയായ രീതിയിൽ പാർലമെൻ്ററി പാർട്ടിക്ക് നേതൃത്വം നൽകാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. നമ്മുടെ നഗരസഭ എന്ന് പറയുന്നത് വളരെ പാരമ്പര്യമുള്ള, പഴക്കമുള്ള നഗരസഭകളിൽ ഒന്നാണ്. ഇന്ന് കേരളത്തിൽ സിനിമ കാണാൻ ഒരു തിയേറ്റർ ഇല്ലാത്ത നഗരസഭ ഏതെന്ന് PSC ഒരു ചോദ്യം ചോദിച്ചാൽ അത് കായംകുളം നഗരസഭയാണ്. ഒരു തിയേറ്റർ അനുവദിച്ചാണ് KSFDCയുടെ, ഇതുവരെ എത്തിയിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ചെന്ന് ഇരിക്കാൻ, ഒന്ന് വിശ്രമിക്കാൻ ഒരു ഇടമില്ലാത്ത സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കായംകുളമാണ്. വളർന്നു വരുന്ന കായിക പ്രേമികൾക്കൊന്ന് കളിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കായംകുളമാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും വളരെ മോശമായ സാഹചര്യമുള്ള നഗരസഭ കായംകുളമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചർച്ചയോ സംവാദങ്ങളോ ഇടപെടലുകളോ UDFൽ നടക്കുന്നില്ല. ഒരു രാഷ്ട്രീയമായ ആരോപണമായിട്ടല്ല പറയുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി ഈ പട്ടണം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ആ നഗരസഭയുടെ മുൻകാല ചെയർമാനായി കുറച്ച് നാൾ ഇരുന്ന ആളെന്ന നിലയിൽ പറയുന്നതാണ്. അത്തരം ചിന്ത ഏറ്റവും കൂടുതൽ നഗരസഭ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിന് അതിൻ്റെതായ ഉത്തരവാദിത്തം കാണിക്കണം. അനാവശ്യമായ വിവാദങ്ങളും ഈ വിവാദങ്ങളെല്ലാം തന്നെ വികസനത്തിന് തടസ്സമുണ്ടാക്കുകയാണ്. ഓരോ വർഷവും ഓരോ ചെയർമാൻ, എന്ത് ചെയ്യാൻ സാധിക്കും? അതും വനിതകൾ മോശക്കാരെന്നല്ല, വനിതകളിൽ നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ചെയർമാന്മാരും ചെയർപേഴ്സൺസും ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. ഈ 5 വർഷം ആവാൻ പോകുന്ന ഇന്ന് വരെ പാർലമെൻ്ററി പാർട്ടി എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഈ വിവാദങ്ങളൊന്നും തന്നെ UDF ചർച്ച ചെയ്തിട്ടില്ല. പലപ്പോഴും കത്ത് നൽകിയിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പരിധി വിട്ടപ്പോൾ പരസ്യ പ്രസ്താവനകൾ നടത്തേണ്ടി വരുന്നു. തിരിഞ്ഞു നോക്കുന്നില്ല. താങ്കൾ LDF മുന്നണിയുടെ ഭാഗമായിട്ട് മുനിസിപ്പൽ ചെയർമാനായ വ്യക്തിയാണ്. LDFൻ്റെ ആ ഒരു മുന്നണി സംവിധാനം മാതൃകാപരമായിരുന്നില്ലേ? ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ അന്നത്തെ പ്രവർത്തനം, LDFൻ്റെ അന്നത്തെ ഒരു പ്രവർത്തനം മാതൃകാപരമാണ്. വ്യത്യാസമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അന്ന് ചെയർമാൻ ഞാൻ ഇരിക്കുമ്പോൾ, LDFൽ ഇരിക്കുമ്പോൾ ഷെയ്ഖ് പി ഹാരിസ് ചെയർമാൻ എന്നുള്ളതല്ല, വ്യക്തിയല്ല. പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി ചർച്ച ചെയ്ത്, LDF കൂടി ചർച്ച ചെയ്ത് ചില നിർദ്ദേശങ്ങൾ തരും.
ആ നിർദ്ദേശങ്ങൾ പ്രായോഗികമാണെങ്കിൽ, യാഥാർത്ഥ്യമാണെങ്കിൽ, അടിച്ചേൽപ്പിക്കലല്ല, നമ്മളത് കൗൺസിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കും. അതിനകത്ത് അന്നത്തെ UDF സഹകരിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. കാരണം അവരെ കൂടി നയിക്കാൻ, അവരെ കൂടി അതിനകത്ത് കൊണ്ടുവരാൻ അന്നത്തെ LDF ആയിട്ടുള്ള ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിലേക്ക് അത്തരം ഒരു പ്രവർത്തനം അനിവാര്യമാണ് കായംകുളം നഗരസഭ. ഇങ്ങനെ പോയാൽ കായംകുളം വളരെ പുറകോട്ട് പോകും. അവസാനം കായംകുളത്തിൻ്റെ പൊതുജനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മേലും കുറ്റം ചുമത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ അവരെ നമുക്ക് തള്ളിപ്പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണ്. അനിവാര്യമായ ഒരു മാറ്റം. അദ്ദേഹം നമ്മളുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രാദേശിക രാഷ്ട്രീയത്തിലുമൊക്കെ മാറ്റത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളാണ് ശ്രീ ഷെയ്ഖ് പി ഹാരിസ്. നന്ദി. CD നെറ്റിൽ വന്ന് അഭിപ്രായം പറയാൻ സാധിച്ചതിൽ, ഈ സംവാദത്തിൽ ഏർപ്പെടാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. എല്ലാ CD നെറ്റ് പ്രേക്ഷകർക്കും ആശംസകൾ. ഇൻസൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡ് കൂടി പൂർണ്ണമാകുകയാണ്. വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുമായി വീണ്ടും നമ്മൾ അടുത്ത ആഴ്ച ഇതേ സമയം കാണും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. വിലാസം ദ ഇൻസൈഡ്, കെയർ ഓഫ് CD നെറ്റ്, കമലാ മഹൽ, KP റോഡ്, കായംകുളം.